നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് രണ്ടും ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റ് കൂടി ചെയ്യണം. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മളെ പെണ്ണിനെയും കൂട്ടിയിട്ട് അവളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ചെക്കനായിരിക്കെ. അവക്കറിയാം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഇവക്കിട്ടുള്ള പണിയാണെന്ന്. കാരണം ക്യുന്നിനെ കൊണ്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവളാണെങ്കിൽ അവളെ ഹാളിൽ തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവളെ ടീംസിന് അവളാണെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ കണ്ണടിയിലെ അവനാണെങ്കിൽ ഒരു ഗെയിം ഭ്രാന്തനായിരിക്കെ ഇവളെ മെസ്സേജ് വരുന്നത് അവൻ കാണുന്നുണ്ടാവുമായിരിക്കും. എന്നാലും അതിങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരേ ഗെയിം കളി. ഇവളാണെങ്കിൽ കള്ള ഹമുക്കെ ഒന്ന് വേഗം ഫോൺ എടുക്കുന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അവക്കാണെങ്കിൽ ഒന്നും കാണിക്കാനും പറ്റൂല, ചിരിച്ചോടും നിൽക്കണം. ഹൃദയമാണെങ്കിൽ അടിച്ചിട്ട് ചാകാൻ നിൽക്കുന്നുണ്ടാവും. കാരണം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടല്ലോ. അങ്ങനെ അവസാനം ഇവളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജ് കാണുന്ന ടൈമായിരിക്കും ഇവന് മനസ്സിലാവുന്നുണ്ടാവുക പണിപ്പാളിയുന്നത്. അതേ ടൈമിൽ തന്നെ അവനാണെങ്കിൽ എല്ലാം എടുത്തിട്ട് ഷറ പറ വൃത്തിയാക്കുന്നുണ്ടാവും. അങ്ങനെ പിള്ളേരാണെങ്കിൽ നമ്മളെ സോങ്ങിന്റെ വീടിന്റെ സൈഡിൽ എത്തുന്നുണ്ടാവുമായിരിക്കും. അവിടെ എത്തിയിട്ടും സോങ് ആണെങ്കിൽ മാക്സിമം നമ്മളെ ക്യുന്ന് അകത്ത് കടക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ക്യുന്നിനാണെങ്കിൽ എന്തായാലും അകത്ത് പോയാലല്ലേ ഇവളെ കൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസോ ആ ഒരു മാലേനെ കൊണ്ട് എന്തെങ്കിലും അറിയുള്ളൂ. അതുകൊണ്ട് അവനാണെങ്കിൽ വിട്ട് കൊടുക്കുന്നേ ഉണ്ടാവില്ല. അങ്ങനെ വീട്ടിന്റെ അകത്ത് കയറുക. താഴത്തെ നിലയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര നീറ്റ് ആയതുകൊണ്ട് ക്യുന്നാണെങ്കിൽ പറയും അങ്ങനെ ക്ഷീണാവുന്നുണ്ടാവില്ലേ, നമുക്ക് മേലെ പോയിട്ട് കിടക്കാന്നായിരിക്കെ പറയാ. ഇവക്കാണെങ്കിൽ വേറെ ഒരു വഴിയും ഉണ്ടാവില്ല. അങ്ങനെ രണ്ടും കൂടിയിട്ട് മേലോട്ടേക്ക് പോകുന്നേരം അവിടെ ഒരു ഫ്രെയിം കാണിച്ചിട്ട് 2 മിനിറ്റ് ഇവനാണെങ്കിൽ അവിടെ സ്റ്റക്കാക്കി നിർപ്പിക്കുന്നുണ്ടാവും. ഇവളാണെങ്കിൽ നേരെ മേലെ പോയിട്ട് നോക്കുന്ന ടൈം നമ്മളെ കണ്ണടിയാണെങ്കിൽ ഇപ്പം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും. അവളാണെങ്കിൽ പറയും വേഗം എവിടെയെങ്കിലും പോയിട്ട് ഒളിക്കെന്ന് പറയും. ഇവനാണെങ്കിൽ എവിടെയോ ഒളിക്കണ്ടേന്ന് തിരിയുന്നുണ്ടാവില്ല. അവസാനം ഇതുപോലത്തെ ഒരു സ്ഥലത്തായിരിക്കും നമ്മളെ ചെക്കൻ ഒളിക്കുന്നുണ്ടാവും. എന്നിട്ട് ഒളിച്ചപാട് തന്നെയായിരിക്കും നമ്മളെ ക്യുന്ന് അങ്ങോട്ടേക്ക് വരിക. ക്യുന്നിനെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ തല ചുറ്റുന്ന പോലെയൊക്കെ അഭിനയിച്ച് മരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവളെ ആണെങ്കിൽ അവിടെ ഇരിപ്പിച്ചിട്ട് അവൻ വെള്ളം എടുക്കാൻ പോകെ. വെള്ളം എടുത്തിട്ട് വരുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഒത്തി നോക്കുന്നത് കാണുന്നുണ്ടാവുക. അത് കണ്ടപാട് നമ്മളെ പെണ്ണിന്റെ ദേഷ്യം സങ്കടമെല്ലാം വരുന്നുണ്ടാവും. കാരണം ആ ഒരു കണ്ണടനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നടത്തിയ പദ്ധതി മൊത്തം പൊളിയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും, ചെക്കൻ അവിടെ ഇരിപ്പിച്ചിട്ട് അവൻ കാണാത്ത രീതിയിൽ കണ്ണട കിട്ടിയിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കും. പാവം നമ്മളെ കണ്ണട നേരെ പോയിട്ട് നിലത്ത് വീകുന്നുണ്ടാവും. നിലത്ത് വീകുന്നതോ പോട്ടെ, അതിന്റെ ഷർട്ട് ആണെങ്കിൽ അവിടെ കുടുങ്ങിയിട്ട് അത് ഡ്രസ്സൊന്നും ഇല്ലാണ്ടായിരിക്കും നിലത്ത് പോയിട്ട് വീകുന്നുണ്ടാവുക. അതാണെങ്കിൽ ഇതുപോലെ ഡ്രസ്സൊന്നും ഇടാണ്ട് ഓടി വരുന്നുണ്ടാവുമായിരിക്കും. ഓടി വരുന്നതോ പോട്ടെ, നേരെ നമ്മളെ പെണ്ണിന്റെ ആ ഒരു വീടില്ല, ആ ഒരു വീടിനുള്ളിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇതൊക്കെ നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് പുറത്തുനിന്ന് കാണുന്നുണ്ടാവും. എന്നാ അവരോടും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നമ്മളെ ചെക്കൻ ആദ്യം മെസ്സേജ് അയച്ച് പറഞ്ഞില്ലേ ഇന്നലത്തെ എപ്പിസോഡില്, അതുകൊണ്ടായിരിക്കും അവര് വരുന്നുണ്ടാവുക. നമ്മളെ കണ്ണട കുരുട്ടാണെങ്കിൽ അകത്ത് പോയപാട് ചെക്കൻ്റെ അസിസ്റ്റന്റ് പെണ്ണും ചെക്കനും പുറത്തുണ്ടല്ലോ. ആ ഒരു പെണ്ണാണെങ്കിൽ ചെക്കനോട് പറയും നീ ഇവിടെ നിൽക്ക്, ഞാനാണെങ്കിൽ ആ ഒരു ഷോപ്പിന്റെ ഉള്ളിൽ പോകാം, എന്നിട്ട് ആ ഒരു കണ്ണട ചെക്കനാണെങ്കിൽ മേലോട്ടേക്ക് പറഞ്ഞു വിടാണ്ട് നോക്കാന്നെന്ന് പറയും. കാരണം ഇവർ രണ്ടാളും മേലെയുള്ള കാര്യം ഈ ഒരു കണ്ണട ചെക്കൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും ഈ ഒരു അസിസ്റ്റന്റ് പെണ്ണ് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവക്കാണെങ്കിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവൾ അകത്തേക്ക് പോകുന്ന ടൈം നമ്മളെ ചെക്കന് ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ ഇതുപോലെ പമ്മി ഇരിക്കുന്നുണ്ടാവും. ഇവളാണെങ്കിൽ അകത്ത് പോയവരുടെ 3 ഫ്ലവേഴ്സ് ആയിട്ട് പറഞ്ഞിട്ട് അതിങ്ങനെ റാപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് തരാൻ പറയും. നമ്മളെ ചെക്കനാണെങ്കിൽ അത് പറ്റൂല, അതിങ്ങനെ ഡ്രൈ ആന്ന് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് മാക്സിമം അവൻ അവിടുന്ന് എണീക്കാണ്ട് നിൽക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ ഇവളാണെങ്കിൽ എനിക്ക് ഇപ്പം ആ ഒരു ഫ്ലവർ വേണം എന്നുള്ളൊരു പിടിവാശി നിൽക്കുന്നവരായിരിക്കും നമ്മളെ ചെക്കൻ എണീക്കുന്നുണ്ടാവുക. നേരായിരിക്കും അവന്റെ ഡ്രസ്സ് നമ്മൾ കാണുന്നുണ്ടാവുക. പാവം അതിന്റെ ഡ്രസ്സെല്ലാം പോയത് കൊണ്ട് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ പെണ്ണ് മേലേന്ന് എങ്ങനെയെങ്കിലും ക്യുന്നിനെ പറഞ്ഞു വിടാൻ നോക്കെ. പക്ഷെ ക്യുന്നാണെങ്കിൽ എന്ന് പറയാ അട്ട പിടിക്കുമെന്നൊക്കെ പറയൂലേ, അതുപോലെ ഞാൻ പോകുകയേ ഇല്ല എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവുക. ഇവക്കാണെങ്കിൽ ആട്ടി പറഞ്ഞേക്കാനും പറ്റൂലല്ലോ. അവളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ആ ഒരു റൂം പയർത്താൻ പറ്റൂല. അവനാണെങ്കിൽ പറയും എനിക്കിങ്ങനെ കുറച്ച് ടയേർഡ് ഉണ്ട്, നീ ഒരു ടീ ആക്കി തരുമെന്ന് ചോദിക്കുന്ന ടൈം ഇവൾ നേരെ കിച്ചണിലേക്ക് പോകുകയെ. അതേ ടൈം അവനാണെങ്കിൽ ഒരു ബോർഡിൽ ഇവളാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടില്ലേ ഇവരെ 3 ആ ഒരു ഫോട്ടോസ് നോക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈമായിരിക്കും നമ്മളെ വേറൊരു അസിസ്റ്റന്റ് പെണ്ണില്ലേ, നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ട് ഷെന്ന്, സോറി പേര് എന്നോട് പറഞ്ഞു പോകുന്നത്, ഷെന്നാണെങ്കിൽ വരുന്നത് നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് ചെക്കൻ കാണുന്നുണ്ടാവും. ഇവനാണെങ്കിൽ ഇവൾ എവിടെയോ കണ്ട് പരിചയമുള്ള ഇവനിങ്ങനെ ആലോചിക്കുന്ന ടൈമായിരിക്കും നമ്മളെ സോങ്ങിന്റെ അസിസ്റ്റന്റാ ഇവള് എന്നുള്ള കാര്യം ഇവന് മനസ്സിലാവുന്നുണ്ടാവുക. ഇവളെ അകത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാനും നശിപ്പിക്കുന്നായിരിക്കും ഇവൻ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഇവളും കൂടി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പ്ലാൻ ഒന്നും നശിപ്പിക്കാണ്ട് നിൽക്കണ്ടിട്ട് ഇവനാണെങ്കിൽ എന്ത് ചെയ്യും, ഷെന്നിന്റെ ഓപ്പോസിറ്റ് പോയിട്ട് അവളെ തട്ടിയിടുവേ. അവളെ കൈമിലാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഐഡോളിന്റെ എന്തൊരു
പില്ല പോലത്തെ ഒരു സാധനം ഉണ്ടായിരിക്കും. ഇവളാണെങ്കിൽ നേരെ ഉരുണ്ട് കെട്ടിയിട്ട് വീകും, നമ്മളെ അസിസ്റ്റന്റ് ചെക്കനും വീകുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് എണീക്കുന്നുണ്ടാവും അവർക്ക്. അതുപോലെ അസിസ്റ്റന്റ് ചെക്കൻ എണീക്കാൻ നിൽക്കുന്ന ടൈം ഇവള് കൊണ്ടുവന്ന ആ ഒരു ഐഡിയ ഉള്ളില്ലേ അതിന്റെ ഫോട്ടോ കീറിയിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ ഷെന്നിന്റെ അവസ്ഥ പറയണ്ടല്ലോ, ദേഷ്യം പിടിച്ചിട്ട് ഈ ഒരു അസിസ്റ്റന്റ് ചെക്കനെ ഓടിക്കലേ ഓട്ടം. അവനാണെങ്കിൽ 500 യുവാൻ പൈസ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ഓട്ടം നിർത്തുന്നുണ്ടാവുക. പക്ഷേങ്കിൽ നമ്മളെ ഷെന്നിനാണെങ്കിൽ ആ ഒരു പൈസ പോരാ. അതിന്റെ പേരിൽ ഇവര് പിന്നെ അടിയുണ്ടാക്കുന്നുണ്ടാവും. ഇവര് രണ്ടാളും ചെറിയ തച്ച് മരിക്കലൊന്നും ആയിരിക്കുമല്ലോ, ഒരേ തച്ച് മരിക്കലായിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മളെ അസിസ്റ്റന്റ് ചെക്കനാണെങ്കിൽ ഇവള് വാങ്ങി കൊണ്ടുവന്ന ആ ഒരു പില്ലോന്റെ ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ പറയും ഇതിനാകെ 40 യുവാനേ ഉള്ളൂ, നീ ആണെങ്കിൽ പറഞ്ഞ 500 യുവാൻ ഉണ്ടെന്ന്, അത് ഞാൻ തന്നിട്ട് നീ ഇങ്ങനെ അടിയാക്കുന്നൊക്കെ ചോദിച്ചിട്ട് ഇവര് പിന്നെയും തെച്ച് മേടിക്കുന്നുണ്ടാവും. ഇവർക്ക് പിന്നെ വേറെ കാര്യമൊന്നും വേണ്ടല്ലോ. അതേ ടൈം ആയിരിക്കും നമ്മളെ കന്നഡ ചെക്കൻ്റെ ഫോണിലാണെങ്കിൽ മെസ്സേജ് വരുന്നുണ്ടാവുക. അതായത് നമ്മളെ ജീൻ്റെ ഇൻഫോർമേഷൻ, ജീന്ന് വെച്ചാൽ നമ്മളെ ക്യുന്നിൻ്റെ ഇൻഫോർമേഷൻ ആണെങ്കിൽ ഒരു ഫാക്സ് ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരിക്കും. സെയിം മെസ്സേജ് തന്നെ നമ്മളെ അസിസ്റ്റന്റ് പെണ്ണിനും കിട്ടുന്നുണ്ടാവും, നമ്മളെ ഷെന്നിനും. അപ്പൊ ഇവര് രണ്ടാളും മേലോട്ടേക്ക് പോകാൻ നിൽക്കുന്ന ടൈം നമ്മളെ കന്നഡേനെ ആണെങ്കിൽ ചെക്കൻ്റെ അസിസ്റ്റന്റ് പെണ്ണും വിടുന്നുണ്ടാവില്ല, നമ്മളെ പെണ്ണിന് അതായത് ഷെന്നിനെ ആണെങ്കിൽ ചെക്കൻ്റെ അസിസ്റ്റന്റ് ചെക്കനും വിടുന്നുണ്ടാവില്ല. ചെക്കൻ്റെ അസിസ്റ്റന്റ് ചെക്കനാണെങ്കിൽ എങ്ങനെയോ ഉരുണ്ട് കെട്ടിയിട്ട് നമ്മൾ ഷെന്നിന്റെ മേത്ത് വീഴുവേ. ഷെന്നാണെങ്കിൽ വിടുവോ, അവളാണെങ്കിൽ അവനെ അടിച്ചടിച്ചടിച്ചടിച്ച് പഞ്ചറാക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ഇതൊന്നും അറിയാണ്ട് നമ്മളെ പെണ്ണ് വീട്ടിൽ നിൽക്കുന്നത് ആ ഒരു ഫാക്സ് വരുന്നുണ്ടാവുക. അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇന്നലെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന് ഇങ്ങനത്തെ ഒരു ഫാക്സ് വീട്ടിൽ വരുമെന്ന്. അവളാണെങ്കിൽ അത് ആലോചിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ആ ഒരു ഫാക്സ് എടുക്കുന്നുണ്ടാവും. ഇതേ ടൈം ഞാൻ പറഞ്ഞില്ലേ ചെക്കനാണെങ്കിൽ ഒരു ഫ്രെയിമിലാണെങ്കിൽ കുറെ ഫോട്ടോസ് ഉള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന്. അതിൽ ഏതോ ഒരു ഫോട്ടോ ഇവൻ എടുക്കാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും പെണ്ണ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക. അതുകൊണ്ട് അവനാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവനാണെങ്കിൽ വന്നിട്ട് നമ്മളെ പെണ്ണിനോട് ഏതോ ഒരു ഐസ്ലാൻഡിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഇവൻ ചെറുപ്പത്തിലുണ്ടായ ഒരു ഐസ്ലാൻഡിലെ അവിടത്തേക്കായിരിക്കും നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്ന ടൈം. അവളാണെങ്കിൽ ഫസ്റ്റ് പോകണോ വേണ്ടതെന്ന് തിങ്കാക്കുന്നുണ്ടെങ്കിൽ കൂടി അവസാനം പോകാന്നായിരിക്കും മറുപടി പറയുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം നമ്മളെ അസിസ്റ്റന്റ് ചെക്കന് നല്ല അടി കിട്ടിയിട്ടുണ്ടാവില്ലേ. അതിന്റെ പേരിൽ പെണ്ണാണെങ്കിൽ അവനെ കളിയാക്കുന്നുണ്ടാവുമായിരിക്കും. ഇത് ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന്റെ അസിസ്റ്റന്റ് അല്ലേ നമ്മളെ കന്നഡ, അവനാണെങ്കിൽ ചെക്കൻ്റെ അസിസ്റ്റന്റ് പെണ്ണ് ഇവനെയാണെങ്കിൽ ഇന്ന് പിടിച്ചു വെച്ചനല്ലോ. അതിവനെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നതായിരിക്കും. ആ ഒരു കാര്യം ഇവനെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവും, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഷെന്നാണെങ്കിൽ പാവം അവൾ ഐഡിയോള് പോയതിന്റെ സങ്കടത്തിൽ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ രാത്രി ആകുന്ന ടൈം ചെക്കനാണെങ്കിൽ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിന്റെ അവസ്ഥയും അത് തന്നെയായിരിക്കും. അതേ ടൈം സൈഡിലത്തെ ഷെന്നാണെങ്കിൽ അവൾ ഐഡിയോള് പോയതിന്റെ സങ്കടത്തിൽ ഇരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് ചെക്കനും, അവന് നല്ലോണം അടി കിട്ടിയല്ലോ, അതുകൊണ്ട് അവൻ അതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുന്നതായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ ചെക്കൻ്റെ അസിസ്റ്റന്റ് പെണ്ണിലെ അവളെ അവസ്ഥ വേറെ ആയിരിക്കും. സംഭവം എന്നായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഫ്ലവർ ആണെങ്കിൽ അവൾ ചാടാൻ പോകുന്നതായിരിക്കും. പക്ഷേങ്കിൽ അവക്കാണെങ്കിൽ ഇവന്റെ ഓർമ്മ വന്നിട്ട് അത് ചാടാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയായിരിക്കും നമ്മളെ കന്നഡന്റെ അവസ്ഥ. കന്നഡക്കാണെങ്കിൽ ഇവളെ മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അവളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആലോചിച്ചിട്ടായിരിക്കും അവ വർക്കെല്ലാം ചെയ്യുന്നുണ്ടാവുക. ഇവരെല്ലാം ഇനി പരസ്പരം പ്രണയത്തിലാകുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. പക്ഷേങ്കിൽ നമ്മളെ ഷെന്നും ആ ഒരു അസിസ്റ്റന്റ് ചെക്കനും എനിക്കാകുമെന്ന് തോന്നില്ല. അമ്മാതിരി അടിയല്ല ഷെൻ അവന് കൊടുത്തത്. ഇവർ രണ്ടാളും കൂടിയിട്ട് ആ ഒരു ഐസ്ലാൻഡിലേക്ക് എത്തുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ ശരിക്കും വളർന്നത് ഇവിടെ തന്നെ ആയതുകൊണ്ട് അവൾക്ക് പല സ്ഥലങ്ങളും അറിയായിരിക്കും. പക്ഷേങ്കിൽ ക്യുന്ന് അങ്ങനെ ആയിരിക്കില്ല. ക്യുന്ന് എല്ലാം ഒരു ട്രിക്ക് എടുത്തിട്ട് കളിക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കും. അവൻ ആകെ ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നത് ഒരു 10 ദിവസത്തേക്കാറ്റും ട്രിപ്പിന് വന്നതായിരിക്കും, പണ്ട് ചെറുപ്പത്തിലുള്ള. അല്ലാണ്ട് ഇവൻ ഇവിടെ ആയിരിക്കില്ല വളർന്നിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഏകദേശം അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ഷെങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഷെങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിടുന്ന പരിപാടിയേ ഉണ്ടാവില്ല. ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടാളെയും പ്ലാൻ നടക്കൂല. അല്ലെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും നല്ലോണം അറിയേ. ഷെങ്ങിനോടാണെങ്കിൽ അവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ടാവില്ല. ഇവനോട് എന്തെങ്കിലും ഒരു ട്രിക്ക് എടുത്താലേ ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് അറിയുന്നത് കൊണ്ട് നമ്മളെ പിള്ളേരാണെങ്കിൽ പറയും അവിടെ ഒരു ബോട്ട് ഉണ്ട്, ആ ഒരു ബോട്ടാണെങ്കിൽ നമ്മൾ റിട്ടേൺ പോകാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്, നിനക്കിന്ന് ടിക്കറ്റ് കിട്ടണമെങ്കിൽ നീ വേഗം തന്നെ പോയിട്ട് ആ ഒരു ബോട്ടിലിരുന്നോ, എന്നാലും മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയേ. ഇവനാണെങ്കിൽ ഇത് കേട്ടിട്ട്
ടെൻഷൻ ആകും. കാരണം ഇവരില്ലാണ്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവൻ വേഗം പോയിട്ട് ഒരു ബോട്ടിലിരിക്കും. ഇവർ വരുന്നതിനെയും കാട്ടി മുന്നേ ഒരു ബോട്ട് എടുക്കുക. ഷെങ്ങാണെങ്കിൽ അതിന്റെ ഡ്രൈവറോട് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടില്ല എന്നത്. നമ്മളെ ചെക്കനെ പെണ്ണുവാണെങ്കിൽ അവിടെ ഓടി എത്തിയിട്ട് ബോട്ട് നിർത്ത് എന്നൊക്കെ അഭിനയിച്ചിട്ട് പറയുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെങ്ങിനെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടിട്ട് ഇവരെടുത്തൊരു ട്രിക്ക് ആയിരിക്കും അത്. പാവം നമ്മളെ ഷെങ് അതൊന്നും അറിയാണ്ട് ആ ഒരു ബോട്ടിൽ തിരിച്ചു പോകുന്നുണ്ടാവും. അവൻ പോകുന്ന കണ്ടിട്ട് ഇവര് രണ്ടാളും ഒരേ ചിരിയായിരിക്കും. അങ്ങനെ അവളാണെങ്കിൽ പറയും അവന്റെ ശല്യം തീർന്ന് ഞാൻ നിനക്കൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിച്ച് എവിടത്തേക്കോ പോകും. ഈ ടൈം നമ്മളെ ഷെങ്ങിനെ നോക്കുന്നാണെങ്കിൽ അവൻ ഇവിടെ നിൽക്കുന്ന ആ ഒരു ഐസ്ലാൻഡിലെ അതിനെ നേരെ ഓപ്പോസിറ്റിലത്തെ ഐസ്ലാൻഡിൽ വന്നിട്ട് പെട്ട് കിടക്കുന്നതായിരിക്കും. അവിടെയാണെങ്കിൽ ഒരു ബോട്ട് മാൻ ഉണ്ടാവുമായിരിക്കും. അയാളോടാണെങ്കിൽ അപ്പുറത്താക്കി തരുമെന്ന് ചോദിക്കുന്ന ടൈം അയാൾ 100 യുവാൻ ചോദിക്കുന്നുണ്ടാവും. ഇവനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ടൈം പിള്ളേരോട് വാ എന്ന് പറഞ്ഞിട്ടില്ലേ, അതേ ടൈം ഇവന്റെ ഫോണ് വെള്ളത്തിൽ വീണിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് പൈസ ആണെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനോ ഇവന്റെ കയ്യിൽ പൈസയും ഉണ്ടാവില്ല. ഇവനാണെങ്കിൽ പറയും ഈ ഒരു ഡ്രസ്സ് കണ്ട, ഇതാണെങ്കിൽ ഫ്രാൻസിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല, ഈ ഒരു ഡ്രസ്സ് ഞാൻ തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന ടൈം അയാളാണെങ്കിൽ സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെയുള്ള വയസ്സന്മാരടക്കം ഇവൻ ഇട്ടിട്ടുള്ള സെയിം ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ആ ഒരു പ്ലാനും ആണെങ്കിൽ ചീറ്റിപ്പോകുന്നുണ്ടാവും. അവസാനമാണെങ്കിൽ ഇവ കെഞ്ചി ചോദിക്കും ഒരിക്കൽ ഒരു ഫോൺ തരും, ഞാൻ ഒരാളെ വിളിച്ചിട്ട് അപ്പഴ് തിരിച്ചു തരാം, അർജന്റ് ആണെന്ന് പറയേ. ഈ ഒരു ബോട്ട്മാൻ നല്ലതായത് കൊണ്ട് ഫോൺ കൊടുക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ ആരെയോ വിളിച്ചിട്ട് ഹെൽപ്പിന് ചോദിക്കും. ചെങ്ങിങ്ങനെ പെട്ട് കിടക്കുന്നാണെങ്കിലും നമ്മളെ പെണ്ണാണെങ്കിലും നമ്മളെ ക്യുന്നിനെ കൂട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് അതിന്റെ കീ എവിടെയോ ഒളിപ്പിച്ച് വെച്ച് നടക്കാൻ നമ്മളെ പെണ്ണിനെ അറിയായിരിക്കും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ സാധനത്തിന്റെ മേലെ കയറി നിൽക്കും. അവിടെ നിന്നാണെങ്കിൽ അവളെ പാട്ടെല്ലാം പാടി ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ നമ്മളെ ചെക്കൻ കണ്ട് ആസ്വദിക്കുന്നുണ്ടാവും. അതേ ടൈം നമുക്ക് അവൻ്റെ കണ്ണിൽ ഒന്ന് കാണാൻ പറ്റും, എന്ത് സ്നേഹമെന്നോ പ്രണയമെന്നൊന്നും അറിയില്ല, സ്നേഹം കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ രാത്രി ആകുന്ന ടൈം ഇവർ രണ്ടാളും കൂടിയിട്ട് നമ്മളെ പെണ്ണിൻ്റെ വീട്ടിൻ്റെ സൈഡിൽ പോകുകയും അതേ ടൈം ആ ഒരു ലൈറ്റ് ഹൗസ് എന്നുള്ള ലൈറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഒരുപാട് ബിസി ആയിരുന്നു, അതുകൊണ്ട് തന്നെ എന്നെ മര്യാദയ്ക്ക് നോക്കാൻ അമ്മക്ക് ഒട്ടും ടൈം ഉണ്ടായിട്ടില്ല. രാത്രി കാലത്തൊക്കെ ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. ആ ടൈമൊക്കെ ഈ ഒരു ലൈറ്റ് എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയിരുന്നു. ഈ ഒരു ലൈറ്റിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ അവൾ പറയുന്നു. അവർക്ക് അത് മാത്രമല്ല, അവസാനമായിട്ട് അവിടെ ഇങ്ങനെ അമ്മക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ടൈം അമ്മ കറക്റ്റായിട്ട് വീട്ടിൽ വന്നിട്ടില്ല. അതിനുശേഷമായിരിക്കും അമ്മക്കാണെങ്കിൽ കാർ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ പറയും എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു സാധനം ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്, നമുക്കത് പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുക. എന്നിട്ട് ഇവനെ ഹാളിൽ ഇരിപ്പിച്ചിട്ട് ഇവളാണെങ്കിൽ നേരെ റൂമിലേക്ക് പോകും. എന്നിട്ടൊരു ബൊമ്മാച്ചിനെ എടുത്തു നോക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ കഴുത്തിലാണെങ്കിൽ ഒരു മാലയുണ്ടാവും. ആ മാലയാണോ ഇവൻ അന്വേഷിക്കുന്ന മാല എന്ന് നമുക്ക് അറിയില്ലേ. അപ്പോൾ അതേ ടൈം തന്നെ അവളാണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിക്കും. അതായത് ഇവളും ഇവളെ അമ്മയെ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇവളെ അമ്മക്ക് ആക്സിഡന്റ് ആയ ടൈം ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയുമല്ലോ, അത് വിളിച്ചു പറയുന്ന ടൈം നമ്മളെ പെണ്ണായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഇവർക്ക് ആ ഒരു കാര്യം പറയാൻ വേറെ ആരും ഉണ്ടാവില്ല. അതൊക്കെ ആലോചിച്ചിട്ട് അവളിപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ബൊമ്മേൻ്റെ കഴുത്തിലത്തെ ഒരു മാല ഉണ്ടെന്ന്, ആ മാല തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച മാല. അതായത് നമ്മളെ ക്യുന്നാണെങ്കിൽ ഇവളെടുത്തുനിന്ന് തട്ടിയെടുക്കണമെന്ന് വിചാരിച്ച മാലയും നമ്മളെ ക്യുന്നിൻ്റെ അടുത്തുനിന്ന് ഇവൾ തട്ടിയെടുക്കണമെന്ന് വിചാരിച്ച മാലയിലെ ആ മാലയും ഇത് തന്നെയായിരിക്കും. പക്ഷെ ആ ഒരു കാര്യം നമ്മളെ പെണ്ണിന് അറിയില്ല. നമ്മളെ പെണ്ണും ചെക്കനും സംസാരിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, നമ്മളെ വീട്ടിലേക്ക് വരുന്ന ടൈം നമ്മളെ സ്വീകരിക്കാൻ നമ്മളെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരവസ്ഥയിലെ ആ ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്, അത് നിനക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്യുന്നിനോട് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും നിന്നെ പോലെ തന്നെ ആ ഒരു അവസ്ഥ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ, അതെനിക്ക് നല്ലോണം മനസ്സിലാകുമെന്ന് പറയും. ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ ഉറങ്ങുന്നുണ്ട്. അവർക്ക് നമ്മളെ ചെക്കൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് എന്തായി എല്ലാം ഓക്കെ ആയോ അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അവനാണെങ്കിൽ പറയും നാളെ അത് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ, ഇന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക. അവൻ്റെ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് ഇനി നമുക്ക് ടൈമില്ല, നീ വേഗം നോക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ ചെക്കൻ്റെ മനസ്സാണെങ്കിൽ ഇപ്പോൾ ഒരു മാറി പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല, അവൻ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും അവൻ നിൽക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ അതേ ഒരു അവസ്ഥയിൽ നമ്മളെ പെണ്ണിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണിനെ മാത്രമല്ല ആ ഒരു ബൊമ്മാച്ചിനെയും കൂടി കാണിച്ചിട്ടായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡ്രാമ ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട്